ഇന്ന് നമ്മളിവിടെ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളൊരു പാൻ സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം രീതിയിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകും. ഇനി നമുക്ക് സ്പൈസസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലക്കയും ഒരു തക്കോലും കുറച്ച് കറുവാപ്പട്ടയും പിന്നെ 2 ബേ ലീവ്സും പിന്നെ 3-4 മുഴുവൻ കുരുമുളകും ഗ്രാമ്പൂ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ആ എണ്ണയ്ക്കകത്തൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിനകത്ത് ഞാൻ ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും വെളുത്തുള്ളി ഒരു 3-4 അല്ലിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അധികം മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. ഇത് രണ്ടാം പരുവാകുമ്പോഴത്തേന് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ സവാള നീളത്തിലരിഞ്ഞത് ഒരു 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഈ സവാള ഒന്നും അധികം മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. നമ്മുടെ സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക. 2 പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലുള്ളത്. അത് ചതുരം കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ഇവിടെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ ചതുരമാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്നും അധികം മൂക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് സ്റ്റൂ ആണ്. സ്റ്റൂവിന് അധികം മൂക്കുന്നത് കൊള്ളത്തില്ല, ടേസ്റ്റിന് വ്യത്യാസം വരും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. 1 സ്പൂൺ ഗരം മസാല, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഒരു സ്പൂൺ ഉപ്പ്. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. മസാല ഇടുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ സ്റ്റൂ നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയും പിന്നെ ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണിത്. ഇത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നിങ്ങൾ പറയണം. ഇവിടെ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറി. അപ്പം നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇവിടെ ഞാൻ ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാല് പിഴിഞ്ഞെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കണം. ഈ തേങ്ങയുടെ 2ാം പാലിലാണ് ഇത് വേവുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇവിടെ ഞാൻ 1/2 മുറി തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 2ാം പാല്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിരുന്ന് ഈ ചിക്കൻ നന്നായി വേവണം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് അതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുക. കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വേവ് ആവശ്യമാണ്. അപ്പം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ. അങ്ങനെ നമ്മുടെ ചിക്കൻ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ തുറന്ന് നോക്കി. അപ്പോഴത്തേനും നന്നായി കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ കിഴങ്ങൊക്കെ ഉടഞ്ഞ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പം നമ്മൾ തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ആ കാര്യം ശ്രദ്ധിക്കണം, കാരണം തിളച്ച് കഴിഞ്ഞാൽ ഇതൊരു പിരിഞ്ഞ രീതിയിലോട്ട് മാറും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളക്കരുത്, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമ്മളിത് തീ ഓഫ് ചെയ്യാൻ പോവാം. തിളയ്ക്കാൻ പാടില്ല, കവിയോണ്ട് അധികം ഇളക്കുകയും ചെയ്യരുത്. ആ സമയത്ത് ലാസ്റ്റിൽ നെയ്ക്കകത്ത് വറുത്തെടുത്ത കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് പ്രത്യേക ടേസ്റ്റാണ് സ്റ്റൂവിന്.
അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി. വേറെ പ്രത്യേകിച്ച് ക്രീമോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഇത് നന്നായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ചിക്കൻ സ്റ്റൂ ആവാനായിട്ട്. ഇത് നമുക്ക് ചൂട് പാലപ്പത്തിൻ്റെ കൂടെയും നോർമൽ സാധാ അപ്പത്തിൻ്റെ കൂടെയും പെറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കണം.